ഇവളൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. കണ്ടുമുട്ടുമ്പം അമിതമായിട്ടുള്ള ആകുലതയും ആത്മഹത്യാ പ്രവണതയും ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് അവൾക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. സംഭവിച്ചത് കുറച്ച് നാളുകൾക്ക് മുൻപാണ്. അവൾക്ക് വളരെ സൗഹൃദത്തിലുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ, അവനും ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇവളാണെങ്കിൽ വീട്ടിലെ ഏക മകളാണ്. കുടുംബം സാമ്പത്തികമായിട്ട് നല്ല ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. ഇവർ താമസിച്ചത് കേരളത്തിന് പുറത്തായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നാട്ടിലുണ്ട്. ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബം അതെ, ഇവർ നാട്ടിലല്ലായിരുന്നു, ഇവരും കേരളത്തിന് പുറത്തായിരുന്നു. അന്നു മുതലേ ഇവർ രണ്ട് കുടുംബങ്ങളും നല്ല സൗഹൃദത്തിലാണ്. അങ്ങനെ ആ സൗഹൃദമാണ് ഈ ചെറുപ്പക്കാരായ ആൺകുട്ടിയിലേക്കും പെൺകുട്ടിയിലേക്കും വളർന്നു വന്നത്. എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ പരിചയമുള്ള രണ്ട് കുടുംബങ്ങൾ, അതിലെ രണ്ട് മക്കൾ. ഇവൻ ഒരു ആൺകുട്ടി, ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവളും ഒരു ഏക മകൾ. ഇവർ രണ്ടുപേരും ഓരോ മക്കളാണ് വീട്ടിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ സൗഹൃദം അങ്ങനെ വളർന്നു വന്നു. ഈ സൗഹൃദത്തിൻ്റെ വളർച്ചയിലാണ് കുറേ കഴിഞ്ഞപ്പം ഈ സൗഹൃദങ്ങൾ വഴിമാറാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുറേയും കൂടിയും ഇവരുടെ വളർച്ചയുടെ പാതയിൽ ഇവർ കുറേയും കൂടിയൊക്കെ ഈ സൗഹൃദത്തെ കുറേയും കൂടിയും ഒരു ബന്ധങ്ങൾ മാറാൻ തുടങ്ങി എന്ന് ഇവർക്ക് മനസ്സിലായി. പക്ഷേ എങ്കിൽ പോലും ഇവൾ ബോധപൂർവം അതിനെ തെറ്റായ രീതിയിൽ പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ചില സമയങ്ങളിലൊക്കെ വീട്ടുകാരില്ലാത്ത സമയത്ത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും പഠനകാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇവരുടേതായ ചില സംഭാഷണങ്ങൾ മുഴുകുകയും ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ സംഭവമെന്ന് വീട്ടുകാരും കരുതിയുള്ളൂ. പക്ഷേ ഒരു കണ്ടുമുട്ടൽ ഇവരെ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറി എന്നുള്ളതാണ് ഇവളെ ആകുലപ്പെടുത്തുന്ന ചിന്ത. പക്ഷെ അതിനുശേഷം ഇവൾ ചിന്തിക്കുന്നത് ഇവൾ പ്രഗ്നൻ്റ് ആണോ, ഇവളുടെ ഉള്ളിൽ കുഞ്ഞുണ്ടോ എന്നൊരാകുലതയാണ്. ഇവളുടെ അമിതമായിട്ടുള്ള ആകുലതയും ഉറക്കമില്ലായ്മയും കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? അപ്പോഴാണ് വീട്ടുകാരോട് ഇവൾ ഈ കാര്യം പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇവള് ഇങ്ങനൊരു ആകുലത ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവശ്യമുള്ള ചെക്കപ്പുകളൊക്കെ നടത്തി മനസ്സിലായി ഇവള് പ്രഗ്നൻ്റ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയ കാര്യം. പക്ഷെ എങ്കിൽ പോലും ഇവളുടെ ഉള്ളിൽ അമിതമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുറ്റബോധം വളരെയേറെ ഇവളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇവൾക്കറിയാം ചെയ്തത് തെറ്റാണെന്ന്. പക്ഷെ ഇപ്പം അന്നുണ്ടായ ആ ഒരു ആകുലതയുടെ തുടർച്ച ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവൾക്ക് എപ്പോഴും ഒരു ഞാൻ ചെയ്തത് തെറ്റായി പോയുള്ളതൊരു തോന്നലാണ്, ആകുലതയാണ്. അവനോട് സംസാരിക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരവസ്ഥ. കാരണം നമ്മൾ ഇങ്ങനെയൊന്നും കരുതിയിട്ടല്ലല്ലോ നമ്മുടെ സൗഹൃദം ആരംഭിച്ചത്. വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം അസ്വസ്ഥത, വഴക്കായി. വാസ്തവത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് രണ്ട് കുടുംബങ്ങൾ. അത്രയേറെ ട്രസ്റ്റ്, ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് പരസ്പരം അറിയാം, നമ്മുടെ മക്കളെ നമുക്ക് പരസ്പരം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഒരു തെറ്റ് സംഭവിക്കരുത്. ഏറ്റവും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് ഇവരെ കരുതിയത്. അത്രയും ഒരു ആങ്ങള പെങ്ങൾ ബന്ധം പോലെ നടന്നു. പക്ഷേ ആ നിർഭാഗ്യവശാലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ആകുലത. വാസ്തവത്തിൽ ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ദേഷ്യം ഈ ചെറുപ്പക്കാരനോടും അവരുടെ വീട്ടുകാരോടും. പക്ഷേ ആർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം രണ്ട് കൂട്ടരും ഇതിന് ഉത്തരവാദികളാണല്ലോ. കാരണം ഞങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു, അവരതനുസരിച്ച് അതിനെ നല്ല രീതിയിൽ ആരോഗ്യപരമായി എടുത്തില്ല, അവർ തെറ്റ് ചെയ്യാനിടയായി എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം, ഈ പെൺകുട്ടി കരുതുന്നൊരു കാര്യം, ഞാനാണ് സർവ്വ തെറ്റുകൾക്കും ഉത്തരവാദി. കാരണം ഞാനാണ് ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ചത്. എൻ്റെ അവിവേകം, എൻ്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് എല്ലാ തെറ്റിൻ്റെയും ഉത്തരവാദിത്തം അവൾ ഏറ്റെടുത്തു. എന്നിട്ട് അവൾ തന്നെ അവളെ ശിക്ഷിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല, ഇനിയൊരു കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനൊരു ബന്ധം സംഭവിച്ചു പോയി, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? വാസ്തവത്തിൽ ഈ ഒരു സാഹചര്യം നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുമ്പം ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുറേയേറെ പ്രതിസന്ധികൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ വളരെ ആഴമായ ഒരു പ്രതിസന്ധിയിലല്ലെങ്കിൽ പോലും
കുറേയേറെ ഇതിന് സാമ്യമുള്ള ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. വാസ്തവത്തിൽ നല്ല സൗഹൃദങ്ങളാണ്, നല്ല ബന്ധങ്ങളാണ് എല്ലാവരും തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ സംഭവിച്ചൊരു കാര്യം, ഇതിനിടയിൽ അവർക്ക് അവരുടെ ബന്ധങ്ങളെ ആരോഗ്യപരമായിട്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ചില ചിന്തകളിലേക്ക് അവരെ തന്നെ വിടാനുള്ള, അവർ മുഴുകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നതാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇൻ്റർനെറ്റിലാണെങ്കിലും ചിലപ്പോഴൊക്കെ അവർ കാണുന്ന സിനിമകളിലാണെങ്കിലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ അമിതമായിട്ട് വന്നു. ഒരു പക്ഷേ അങ്ങനെയുള്ള ചിന്തകളുടെ സമയത്താണ് ഈ സൗഹൃദങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ തെറ്റ് സംഭവിക്കാൻ ഇടയുണ്ട്. ഒരു പക്ഷേ ബന്ധങ്ങളെ തന്നെ മിസ്യൂസ് ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. ഞാനത് പറയുന്നത് സൗഹൃദങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ചില കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരു പക്ഷേ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഫാമിലി കൗൺസിലിൽ കണ്ട കാര്യം ഇതാണ്. അതൊരു പക്ഷേ ഒരു ഭാര്യ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ഭർത്താവ് ഒരു ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു. എന്ന് വെച്ചാൽ ഇത് സംഭവിക്കാനുള്ള കാരണം സാഹചര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ. എന്ന് വെച്ചാൽ അവർ കണ്ടൊരു സിനിമയോ അവർ കണ്ടൊരു പോസ്റ്ററോ അല്ലെങ്കിൽ അവർ കണ്ട ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഏതെങ്കിലും ആകാം. അപ്പം അതുകൊണ്ട് ശരിയായ രീതിയിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്നപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കൂടുതൽ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അറിയാതെ പോലും ചില അപകടങ്ങളിലേക്ക് ചെന്നുപെടാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി ചിന്തിച്ചത് ഞാനാണ് എല്ലാത്തിനും തെറ്റുകാരി. വാസ്തവത്തിൽ ഈ പെൺകുട്ടി മാത്രമല്ലല്ലോ തെറ്റുകാരി, പക്ഷേ അവളോടൊത്ത് സഹകരിച്ച വ്യക്തിയും അതിൽ പങ്കുകാരനല്ലേ? അതെ, ആയിരിക്കാം. ഇനി ഒരു പക്ഷേ കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ഫാമിലി അതിൽ ഇൻവോൾവ്ഡ് അല്ലേ? എന്ന് വെച്ചാൽ ഫാമിലി എന്തുകൊണ്ടാണ് ഇവർ എൻകറേജ് ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള അവസരം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നു, ഇവർ തെറ്റായൊരു ജീവിതത്തിലേക്ക് പോകില്ല എന്നൊരു പ്രതീക്ഷയാകാം. പക്ഷെ പറഞ്ഞു വരുമ്പം എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഞാനിത് പറയാനുള്ള കാരണം നമ്മളാരും ഈ സാഹചര്യങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യവും പ്രവണതയും എല്ലാവരിലുമുണ്ട്. അതിനെ ആരോഗ്യപരമായ രീതിയിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്ന് വെച്ചാൽ നമ്മൾ അമിത ആത്മവിശ്വാസം ഇവിടെയും നമ്മൾക്ക് അപകടം ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോയ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നുപോയ സാഹചര്യങ്ങളോ ഒരു പക്ഷേ വേണ്ടത്ര രീതിയിൽ അതിനെ ആ സാഹചര്യങ്ങൾ മാത്രമായിട്ട് ഒന്ന് മാറ്റി നിർത്താതെ അത് സ്വന്തം ജീവിതത്തെ ബാധിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്നവരല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് സ്വന്തം ജീവിതത്തിൽ ബാധിക്കാനും തെറ്റായ പ്രവണതകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു പെൺകുട്ടി കടന്നുപോയ ഒരു മാനസികാവസ്ഥ കടന്നു പോകുന്ന കുറേയേറെ വ്യക്തികൾ ഇന്ന് ഈ സാഹചര്യത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ചിലപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ചില കുടുംബ ബന്ധങ്ങളിലേക്കും വിവാഹ ജീവിതത്തിലേക്കും പോകുന്നുണ്ട്. എന്നിട്ട് സംഭവിക്കുന്നതോ അവസാനം പറയുന്നു, ഈ ഒരു ബന്ധം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ അങ്ങനൊരു അപകടം സംഭവിച്ചു പോയതിൻ്റെ പേരിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചതാണ്. ചിലപ്പം ഇതല്ല, വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പം അവിടെയും ഒരു സംതൃപ്തി ഇല്ലാതെ വരും. ചില വ്യക്തികൾക്ക് കുറ്റബോധം ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവർ കടന്നു ചെന്ന പുതിയ കുടുംബജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അവർ വിവാഹം ചെയ്തൊരു വ്യക്തിയെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു. കാരണം ഞാനൊരു തെറ്റുകാരിയാണല്ലോ, ഞാനൊരു തെറ്റുകാരനാണല്ലോ എന്നൊരു ചിന്ത അമിതമായിട്ട് ഇങ്ങനെ അവരലട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം സംഭവിക്കാതെ നോക്കാമായിരുന്നു. എന്ന് വെച്ചാൽ വേണ്ടത്ര മുൻകരുതലുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മനുഷ്യരാണെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്ന് വെച്ചാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, എന്ന് വെച്ചാൽ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കഥകളും സാഹചര്യങ്ങളും ഒരു പക്ഷേ ഒരുപാട് ഇത്തരത്തിലുള്ള തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബലഹീനതയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ശരിയായൊരു ബോധ്യം ആവശ്യമുണ്ട്.
തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ വേണ്ടത്ര രീതിയിൽ എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. എൻ്റെ അവസ്ഥ എനിക്കറിയാം, ഞാൻ എവിടെ വരെ പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ചില കണ്ട കാഴ്ചകൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റ് ചെയ്യാൻ സാധ്യത എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വേറെ ആരും മനസ്സിലാക്കില്ല. അതുപോലെ തന്നെയാണ് ചിലപ്പോഴൊക്കെ ഈ സാഹചര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കാരണം ഒരു പക്ഷേ ഞാൻ എന്നെ മനസ്സിലാക്കി, പക്ഷേ എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ എന്നെ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ചില ബൗണ്ടറീസ്, ചില ലിമിറ്റേഷൻസ്, പരിധികൾ നമ്മൾ നിശ്ചയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് പരിതപിക്കേണ്ടി വന്നാൽ നമ്മളൊരു ചെറിയ ചിന്ത, ഒരു ചെറിയ മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ, ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിരുന്നെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു നമ്മൾ ചിന്തിക്കുന്ന കുറേയേറെ പേരുണ്ട്. അപ്പം അതുകൊണ്ട് മനഃപൂർവ്വം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലേക്ക് പോലെ ഉറപ്പായിട്ടൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാനത് ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില മുൻകരുതലുകളാണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെയൊക്കെ വളരെ ലഘൂകരിച്ച് കാണുന്ന ഒരു ചിന്താഗതിയുള്ളൊരു കാലഘട്ടത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളോ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളോ അത്ര കണ്ട് പ്രശ്നമല്ലെന്ന് പറയുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും അതൊരു കാലഘട്ടത്തിൽ മാത്രമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. കാരണം കുറേ കഴിയുമ്പം ഒരു വിവാഹ ജീവിതത്തിലേക്കോ ഒരു ഗൗരവമുള്ളൊരു ജീവിതത്തിലേക്കോ പ്രവേശിക്കുമ്പം എൻ്റെ ഈ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്ത എന്നെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്താൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പാസ്റ്റ് ലൈഫാണ്. ഈ പഠനങ്ങളൊക്കെ പറയാറുണ്ട്, ഈ ആത്മീയ പഠനങ്ങൾ ഇപ്പോൾ നടക്കുമ്പോൾ പറയാറുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് ഒരു ആത്മവിശ്വാസക്കുറവാണ്. ഈ ആത്മവിശ്വാസക്കുറവ് സംഭവിക്കാനുള്ള 3 കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം റൈറ്റ് ആക്ഷൻ. നല്ല പ്രവൃത്തികളില്ലാതെ വരുമ്പം നമുക്ക് ആത്മവിശ്വാസം കുറയും. നമ്മൾ നല്ല പ്രവൃത്തികളിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമല്ലേ, ആരുടെ മുമ്പിൽ എന്ന് പറയാൻ, സംസാരിക്കാൻ, ജീവിക്കാനൊക്കെ ഭയങ്കര ധൈര്യമായിരിക്കും. റൈറ്റ് ആക്ഷൻ നമുക്കില്ലാതെ പോകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം റൈറ്റ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു. നല്ല ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു വെച്ചാൽ നല്ല ബന്ധം, റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നു. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി, നമ്മുടെ കുടുംബമായിട്ട് നല്ല ബന്ധമില്ലാതെ പോകുന്നു. റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധമില്ലാതെ പോകുന്നു. വാസ്തവത്തിൽ ബന്ധങ്ങളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ ഈ ബന്ധങ്ങളില്ലാതെ പോകുമ്പം നമ്മുടെ ആത്മവിശ്വാസം കുറയും. നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ പുറകെ ഒരു ശക്തമായൊരു ബലം തരാൻ തമ്പുരാനുണ്ടെന്നും നമ്മളെ ശക്തമായിട്ട് ബലം തരാൻ ഒരു കുടുംബമുണ്ടെന്നും സൗഹൃദമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയുമ്പം നമ്മൾ നിൽക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ പുറകിലുള്ള ബന്ധം നമ്മളെങ്ങനെ ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കും. മൂന്നാമത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മിൽ റൈറ്റ് സർവീസ് ഇല്ലാതെ വരുമ്പം, എന്ന് വെച്ചാൽ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുമ്പം നമുക്ക് ആത്മവിശ്വാസം കുറയും. നമ്മൾ നന്മ ചെയ്യുമ്പം ഉറപ്പായിട്ടും ഈ നന്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ട്, ഒരു മോട്ടിവേഷൻ. തീർച്ചയായിട്ടും അത് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴാണോ ഈ ആത്മവിശ്വാസം കുറയുന്നത്, അപ്പം നമുക്ക് നമ്മുടെ ആത്മധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാ എന്നൊരു തോന്നൽ നമുക്ക് വരും. മരിച്ചാൽ മതി എന്നൊരു തോന്നൽ വരും. ഞാനാണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ എന്നൊരു ചിന്ത ഉറപ്പായിട്ടും ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ റൈറ്റ് ആക്ഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അത് നല്ല ബന്ധങ്ങളിൽ നിന്നേ പറ്റും. ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടാകുമ്പം നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, അന്ത്യവിധിയിൽ എങ്ങനെയാണ് അന്ത്യവിധി ചെയ്യുന്നത്? നല്ല പ്രവൃത്തികൾ ചെയ്തവരെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സൽപ്രവൃത്തികളുടെ വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്ന ഈ സൽപ്രവൃത്തികളിലാണ്. ഈ വ്യക്തിക്ക്, ഈ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത് ഏതോ ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു എന്നൊരു ചിന്തയാണ് സന്തോഷം മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ സൽപ്രവൃത്തി ഇല്ലാത്ത ജീവിതം അതുപോലും നല്ലതാണെന്ന് പഠിപ്പിക്കുന്നൊരു കാലമാണിപ്പോൾ. അങ്ങനെ പഠിപ്പിക്കുന്നവരൊരു കൂട്ടം തന്നെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം സൽപ്രവൃത്തികളാണ് ജീവിതത്തെ സന്തോഷമുള്ള ജീവിതമാക്കി മാറ്റുക. ഈ സൽപ്രവൃത്തികൾ കുറഞ്ഞു പോകുമ്പം നമുക്ക് അറിയാതെ തന്നെ സൽപ്രവൃത്തികളിൽ കിട്ടേണ്ട സന്തോഷം നമ്മൾ ഈ തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് നേടാൻ ശ്രമിക്കും. പക്ഷേ തെറ്റായ പ്രവൃത്തികളിൽ നേടുന്ന സന്തോഷങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം കഴിയുമ്പം ഉറപ്പായിട്ടും നമുക്ക് സങ്കടങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് നമ്മോട് തന്നെ ഒരു പുച്ഛം തോന്നും.
ഞാൻ ഇത്രയ്ക്കും വിലകെട്ടവനാണോ, ഞാൻ ഇത്രയ്ക്കും കുറഞ്ഞവനാണോ എന്നൊക്കെ തോന്നും. അത് നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നും. ഇനി എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കുമെന്ന് തോന്നും. എങ്ങനെ എൻ്റെ സമൂഹത്തിൽ ഞാൻ തല ഉയർത്തി നിൽക്കും തോന്നും. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെ എൻ്റെ മകളോട് ഞാനൊരു കാര്യം പഠിപ്പിക്കും. അത്രയ്ക്കും സ്വയം വില കുറച്ച് കാണുന്നൊരവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. സംഭവിച്ച ഒരു തെറ്റാണെന്ന് തന്നെ അംഗീകരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നൊരു പ്രത്യാശ എന്നറിയും, ഇനിയുള്ള നാളിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മൾ വചനത്തിൽ കാണുന്ന ഏറ്റവും ഒരു ശക്തമായൊരു വചനമുണ്ട്. ഈശോ പാപിനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നത്. അവളോട് പറയുന്നത് മേലിൽ പാപം ചെയ്യരുത്. വാസ്തവത്തിൽ എല്ലാ നന്മ പ്രവൃത്തികളുടെയും ഒരു നല്ല ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. ഇനിയുള്ള കാലം എന്ത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ നാളുകളിലെ തെറ്റുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും കുറ്റബോധമാണ് ഉണ്ടാകുന്നത്. തെറ്റ് ചെയ്തു, ശരിയാണ്. കുറ്റബോധം എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് മനസ്താപമാണ് ആവശ്യം. തെറ്റിനെ തെറ്റായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഒപ്പം ആ തെറ്റിനെ അംഗീകരിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടത് ഇനിയുള്ള നാളിൽ എന്ത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കേൾക്കുന്ന കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞങ്ങളുടെ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ എങ്ങനെ മുൻകരുതലെടുക്കാൻ പറ്റും, എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. മക്കളോട് തുറന്ന് സംസാരിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ നോക്കിയാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ചില യാഥാർത്ഥ്യങ്ങളെ തുറന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പറയാൻ പറ്റണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറ്റണം. അതൊരു തെറ്റിദ്ധാരണയായിട്ട് കരുതരുത്. നമ്മൾ നമ്മുടെ മാനുഷികമായ ബലഹീനതയെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ശക്തിയുള്ളവരുണ്ടാകാം, തീർച്ചയായിട്ടും അത് ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാൻ ശ്രമിക്കാം നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള നാളിൽ ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ഭാവി എങ്ങനെയാണ്, ഞാൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, അതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ യാത്ര ചെയ്യേണ്ട ലക്ഷ്യത്തിലേക്ക് ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ അപകടത്തിലാണ്. അപ്പം അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറിയേ പറ്റൂ. ഞാൻ എന്നെ തന്നെ കുറേയും കൂടി മെച്ചപ്പെട്ടൊരു വ്യക്തിയാക്കി മാറ്റിയേ പറ്റും. അതുകൊണ്ട് പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, പാസ്റ്റ് ഈസ് ഓൾറെഡി പാസ്റ്റ്, മേക്ക് എ ബെറ്റർ ഫ്യൂച്ചർ. ഒരു നല്ല ഭാവി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്നൊരു ഭാവിയെ നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നോ എല്ലാം തീർന്നു പോയെന്നോ ചിന്തിക്കരുത്. ഇനിയും ഒരുപാട് നേടിയെടുക്കാനുണ്ട് നമുക്ക്, അല്ലേ? പലപ്പോഴും നമ്മൾ അഭിനന്ദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില പത്രവാർത്തകൾ കാണുമ്പം, ചില മഹാന്മാരായ വ്യക്തികളെ കാണുമ്പം ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയ ആളുകൾ എന്ന് വെച്ചാൽ അത്രയ്ക്കും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുമാത്രം നന്മയിലേക്ക് അവർ വളർന്നത് എന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിലും ഒരുപക്ഷെ പരിമിതമായ ചില തെറ്റായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാണും. പക്ഷെ അതിൽ നിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വളർന്നു വരാൻ നമ്മളെടുക്കുന്ന ഒരു പരിശ്രമമുണ്ടല്ലോ, അത് വളരെ വലുതാണ്. കാരണം ഈ അവസ്ഥയിൽ നിന്ന് പോലും നീ ഇത്രയും നന്നായിട്ട് വന്നല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് ആവശ്യം. തമ്പുരാൻ അത് കാണുന്നുണ്ടെന്നേ. അപ്പം അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുമ്പം ഞാൻ ഈ കുട്ടിയോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അത് തന്നെയായിരുന്നു, നല്ലൊരു കുമ്പസാരം നടത്തണം. കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നമുക്കൊരു വലിയ പ്രതീക്ഷ കിട്ടും. കാരണം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്നൊരു ദൈവം എനിക്കൊരു പുതിയ ജീവിതം തരും. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതാണ് കാരണം എൻ്റെ പഴയ ജീവിതങ്ങൾ മുഴുവൻ ഏറ്റുപറയുമ്പം അത് മുഴുവൻ ക്ഷമിച്ച് എനിക്കൊരു സ്വർഗം, ഒരു പറുദീസ തരാൻ കാത്തിരിക്കുന്നൊരു ദൈവം. കുരിശിൽ അതല്ലേ നമ്മൾ കണ്ടത്. കുരിശിൽ ഈശോയുടെ തൊട്ടടുത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, നീ ഒരു വലതുവശത്ത് കിടക്കുന്ന കള്ളനോടും ഇടതുവശത്ത് കിടക്കുന്ന കള്ളനോടും അവർ രണ്ടുപേരും അർഹിച്ചതാണ് കിട്ടിയത്. പക്ഷേ നല്ല കള്ളൻ പറഞ്ഞു, അവരുടെ തെറ്റുകൾക്ക് ഉള്ള ഒരു ശിക്ഷയാണ് അവർ കിട്ടിക്കൊണ്ട്. പക്ഷേ നീ അങ്ങനെയല്ല, ക്രിസ്തുവിനോട് പറഞ്ഞങ്ങനെ, നീ തെറ്റ് ചെയ്യാതെയാണ് കുരിശ് കിടക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ ഇന്ന് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പാണ്. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് നീ കുരിശ് കിടക്കുന്നത്. അതുകൊണ്ട് നല്ല കള്ളൻ പറഞ്ഞു, നീ ഇന്ന് സ്വർഗത്തിലായിരിക്കുമ്പം എന്നെയും കൂടി ഓർക്കണേ. ഞാൻ കള്ളനാണ്, ഞാൻ കുറവുള്ളവനാണ്, പക്ഷേ നീ സ്വർഗത്തിൽ പോകുമ്പം എന്നെയും കൂടി ഓർക്കണേ. ഈശോ അവനോട് പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. കുറവുകൾ ഏറ്റുപറയുന്നവനെ തമ്പുരാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇനിയുള്ള പറുദീസയുടെ അനുഭവങ്ങൾ തമ്പുരാൻ നമുക്ക് തരും. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലെ കുറവുകളായിട്ട് അംഗീകരിക്കുകയും ഇനിയുള്ള നാളിൽ നന്നായിട്ട് ജീവിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ ഉറപ്പായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാനുഷികമായ സാഹചര്യങ്ങളെ നമ്മൾ ശരിയായി നിരീക്ഷിക്കണം. ഒന്നും നമ്മൾ കണ്ണടച്ച് പോകരുത്. കാരണം
കണ്ണടച്ച് പോയാൽ ഉറപ്പായിട്ടും തട്ടിത്തടഞ്ഞു വീഴും. കണ്ണ് തുറന്ന് കാണണം. ഇതൊക്കെയാണ് സംഭവിക്കുന്ന ലോകത്ത്. നമ്മൾ ആ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കരുത്ത് ആർജിക്കേണ്ടത്, അല്ലേ? ചിലപ്പം ചിലരൊക്കെ പറയാറുണ്ട്, നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയും. അല്ല, ഞാൻ പറയും, ഇപ്പം ഞാൻ എൻ്റെ കൂടെ എനിക്ക് സഹായിച്ച ആത്മീയ പിതാവ് പറയുന്നത് എല്ലാം കണ്ണ് തുറന്ന് കാണുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ബോധപൂർവ്വം നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ അല്ലാതെ ഉറപ്പായിട്ടും തമ്പുരാൻ നമ്മളെ സഹായിക്കും. എല്ലാം എന്തൊക്കെയാണ് അപകടങ്ങളെന്ന് ശരിയായിട്ട് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനുള്ള ഒരു വിവേകം, ഒരു ആത്മാവിൻ്റെ കരുത്ത് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പുകളെ പോലെ വിവേകമുള്ളവരാകണം എന്ന് പറയുന്നത് കൊണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അത്രയേറെ നിഷ്കളങ്കതയും വിവേകവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാഹചര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് അതിജീവിക്കാൻ പറ്റൂ. എല്ലാം കാണണം, നിരീക്ഷിക്കണം, പക്ഷേ അതിനപ്പുറത്ത് ഒരു നന്മ ചെയ്യാനുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ തെറ്റുകളെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് കൂടി വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള ആകുലതകളും വേദനകളിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും നല്ല തീരുമാനങ്ങളെടുക്കാൻ സ്വയം ഒരുങ്ങിയേ പറ്റൂ. എന്ന് വെച്ചാൽ താനെ സംഭവിക്കില്ല, ബലം പ്രയോഗിച്ച് വേണം. ബലം പ്രയോഗിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ ചില ബലപ്രയോഗങ്ങൾ നമ്മളോട് തന്നെ നടത്തണം. ചില ശീലങ്ങളിൽ നിന്ന് മാറാൻ, ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളോട് തന്നെ ചില ബലപ്രയോഗങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.